ഇടവിടാതെന്നും വചനം ശ്രവിക്കാം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പൈതലേ, യേശയ്യാ 30:18. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ, അസ്തിത്വത്തിൻ്റെ ഒരു 2 ലക്ഷ്യം തന്നെ ഇങ്ങനെയാക്കി യേശയ്യാ പറയുക. ദൈവം നിലനിൽക്കുന്നത് തന്നെ നിന്നോട് ഔദാര്യം കാണിക്കാനാണ്, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാനാണ്. തൊട്ടു താഴെ ഒരു രഹസ്യം കൂടി പറയുന്നുണ്ട്. നീ അവിടത്തേക്ക് വേണ്ടി കാത്തിരുന്നു, നീ പടഞ്ഞവനാണെന്നും വർഷങ്ങൾ കണ്ണീരിൽ കുതിർന്നവനാണെന്നും കുതിർന്നവളാണെന്നും ദൈവം അറിയുന്നു. ഈ നിമിഷം, ഈ ദിവസം, ഈ കാലഘട്ടം, ഈ ആഴ്ച ദൈവം തന്നെ ഒരു ലിഫ്റ്റിൽ ഉയർത്തുകയാണ്. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ, നിന്നോട് ഔദാര്യം കാണിക്കാൻ. സഹോദര സഹോദരി, ദൈവം കാണിക്കുമെന്ന് യേശയ്യാ പറയുന്ന ഈ ഉറപ്പുള്ള ഔദാര്യവും കാരുണ്യവും സ്വന്തമാക്കാൻ ആലമുറയിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുക. നിരാശപ്പെടാൻ ഒരുപാട് കാരണമുള്ള നീ ദൈവം കാണിക്കുന്ന ഔദാര്യത്തിന് വേണ്ടി കാത്തിരിക്കുക. അത് നിന്നെ വന്ന് സ്പർശിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.